ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ പൾസർ 150 DTS ഐൻ്റെ 2006 മോഡലിൽ നമ്മൾ കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കാണിച്ചു തരുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഡ്യൂക്കിൻ്റെ ഒരു ഹാൻഡിലൊക്കെ കയറ്റിയിട്ടുണ്ട്, നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലൊരു ഡ്യൂക്കിൻ്റെ ഒരു ഹാൻഡിൽ കൊടുത്ത് ഇവിടുന്ന് ചെറിയ 2 ഇരുമ്പിൻ്റെ ബെൻഡ് പൈപ്പ് വെച്ച് അടിയിൽ സ്ക്രൂ ചെയ്ത് ഇവിടെ ആയിട്ട് 2 സ്ക്രൂ ആകും അപ്പുറത്ത് ഇപ്പുറത്ത് ഇത് ഹോൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യൂക്കിൻ്റെ ഒരു ഹാൻഡിലും ആമറോണിൻ്റെ ഒരു 2000 9 വാൾട്ടിൻ്റെ ഒരു ബാറ്ററി അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ബാറ്ററിയാണ്. അത് പഴയ ബാറ്ററി കൊടുത്തപ്പം കുറച്ച് വിലയും കിട്ടി. അങ്ങനെ 1400 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെൽഫൊക്കെ എടുക്കും, വണ്ടിയിൽ സെൽഫൊക്കെ എടുക്കും. വണ്ടി സെൽഫും കാര്യങ്ങളും എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റോഡ് സൈഡിൽ നിന്നാണ് വീഡിയോ എടുത്ത് ഇത്രയും നേരം. അപ്പോൾ അവിടെ ഭയങ്കര നോയ്സും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് അകത്തോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ ഹെഡ് ഒന്ന് മാറ്റണം. ഇപ്പോഴത്തെ മോഡലിൻ്റെ 150യുടെ ഹെഡ് കയറ്റി മീറ്റർ ബോർഡും അത് കയറ്റണം. പിന്നെ ഇനി ഈ സിൽവർ കളറൊക്കെ മാക്സിമം ഹൈഡാക്കി ബ്ലാക്കും ഗ്ലോസി ബ്ലോയും മാറ്റ് ബ്ലാക്കും കൂടെ ചേർത്ത് ഒന്ന് ബ്ലാക്ക് തീമാണ് ഞാൻ വണ്ടി ഉദ്ദേശിക്കുന്നത് മാക്സിമം. പിന്നെ 220 ഡിഫ് കയറ്റണം. പിന്നെ ഈ 2 ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ, ബാക്കിൽ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ കയറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലും കൂടെ 2 സൈഡ് ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ കയറ്റണം. ഇത്രയും ചെയ്തിട്ട് ബാക്ക് ഈ സീറ്റിൻ്റെ ഇവിടെ പറഞ്ഞ ഈ കാരിയറിനെ മാറ്റിയിട്ട് ഡിസ്കവറിയുടെ ഒരു ബ്ലാക്ക് കളർ ഹൈറ്റുള്ള ഒരു സാധനം കയറ്റണം. പിന്നെ ബാക്ക് ഒരു 160 വരെ മാക്സിമം ഇതിൽ ട്രാക്ക് ടയർ കയറും. 160ൻ്റെ ഒരു ട്രാക്ക് ടയറും. ഫ്രണ്ടിൽ ഞാൻ 110ൻ്റെ ഒരു ട്രാക്ക് ടയർ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ട്യൂബ് അടിച്ച് ഫ്രണ്ടിൽ ട്രാക്ക് ടയർ കയറ്റണം. വേറെ ഈ മാക്സിമം സിൽവർ കളർ ഞാൻ ഹൈഡ് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ തീമിലാണ് ഈ വണ്ടി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു RCയുടെ മൾഗാർഡ്, RCയുടെ ഫ്രണ്ട് മൾഗാർഡ് ബ്ലാക്ക് കളറിൽ. പിന്നെ ഒരു അണ്ടർ ബെല്ലും കൂടെ അടിയിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ക്ലാമ്പ് അടിച്ച് ഇവിടുന്ന് ക്ലാമ്പ് അടിച്ച് ഇവിടുന്ന് ഒരു അണ്ടർ ബെല്ലും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. വേറെ അപ്പോഴത്തേക്ക് തന്നെ വണ്ടി ഒരു ആവറേജ് മോഡിഫിക്കേഷൻ ഒരു ലുക്കിലോട്ട് വണ്ടി മാറും. ഇത് KL 25 കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്, സെക്കൻഡ് എടുത്തേന്. അപ്പം അത്രയും കാര്യങ്ങളോട് ചെയ്യുമ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു വൈബ് ലുക്കിലോട്ട് മാറും. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്രോപോവിക്കിൻ്റെ ഒരു എക്സോസ്റ്റും കൂടെ കയറ്റണം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സൗണ്ട് കഴിച്ചിട്ട് ഇളക്കി വയ്ക്കണം. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിടുക. ഇതിൽ നല്ല കിടിലം വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പം അതെല്ലാം മിസ് ചെയ്യണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇതിൽ നല്ല കിടിലം വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ. പിന്നെ ഒരു കാര്യം കൂടെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും വരെ. ബൈ.